അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. വളരെ ദുഃഖാർത്ഥമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നമ്മിലേവരിലും മാനസികമായുള്ള വിഷമവും വളരെ ഞെടുക്കവും ഉണ്ടാക്കിയൊരു വാർത്തയാണ്. പാലക്കാട് കല്ലടിക്കോട് നടന്ന 4 സ്കൂൾ വിദ്യാർത്ഥികളുടെ ദാരുണമായ വാഹന അപകടം. പാലക്കാട് കല്ലടിക്കോട് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആയിഷ, നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ ഈ 4 വിദ്യാർത്ഥികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളായ 4 കുട്ടികൾ സ്കൂളിൽ നിന്നും അവരുടെ എക്സാം കഴിഞ്ഞു വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ വളരെ ദാരുണമായി ഈ കുട്ടികൾ കൊല്ലപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വരെ കളിച്ചും ചിരിച്ചും കൂട്ടുകാരികളോടൊപ്പം സൊറ പറഞ്ഞും കഥകൾ പറഞ്ഞും സ്റ്റോറികൾ പറഞ്ഞും നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന 4 പെൺകുട്ടികൾ, 4 പൂമ്പാറ്റകൾ, 4 വാനമ്പാടികൾ, 4 പൊന്നോമന മക്കൾ ഇന്ന് 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ്. എനിക്കും നിങ്ങൾക്കും ഞെട്ടലും നെടുക്കവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ കബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ മക്കളുണ്ട്, നമുക്കുമുണ്ട് സഹോദരിമാര്. ആ മക്കളുടെ പ്രായത്തിലുള്ള മക്കളും സഹോദരിമാരും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ മക്കൾ നമ്മളോട് വിട പറഞ്ഞു പോവുകയാണ്. വളരെ ദാരുണമായ ഒരു അപകടം. ഇന്നത്തെ കാലത്ത് റോഡ് ആക്സിഡന്റുകളും അപകടങ്ങളും വളരെ പെരുകി വരികയാണ്. റോഡിന്റെ ടാറിംഗ് നിർമ്മാണത്തിലുള്ള അപാകത മൂലമാണോ അതോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണോ അപകടമുണ്ടായത് എന്നുള്ള ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധി, അല്ലാഹുവിൻ്റെ വിധി ഈ 4 മക്കളെ ആ വാഹന അപകടത്തിൽ ഉൾപ്പെടുത്തി അവരെ മയ്യത്തായി കൊണ്ടുപോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മെനഞ്ഞാന്ന് രാത്രിയിലും ഈ മക്കള് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. അവരുടെ മാതാപിതാക്കൾക്ക് ഈ മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയായിരുന്നു, ഒരുപാട് നിയ്യത്തായിരുന്നു. പ്രിയമുള്ളവരെ, ആ മക്കളെല്ലാം ഇന്ന് 6 മണ്ണിന്റെ ഉള്ളിലാണ്. ഇത്രയുള്ള മനുഷ്യന്റെ ജീവിതം. നശ്വരമായ ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ സ്വപ്നങ്ങൾ നെയ്ത് ആ സ്വപ്നങ്ങളുടെ മേലിൽ മറ്റുള്ളവരുടെ സ്വാർത്ഥതയുടെ പേരിൽ നാം ഒക്കെ ജീവിച്ചു പോകുന്നത്. സ്നേഹിക്കപ്പെടുക, കരുണ ചെയ്യുക, കാരുണ്യ മേഖലകളിൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെയാകണം നമ്മുടെ ആത്യന്തികമായ ധർമ്മം. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ, നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് അയക്കുമ്പോൾ, രാവിലെ പ്രഭാതമാകുമ്പോൾ വളരെ തിരക്കോട് കൂടി തന്നെ അവരെ വിളിച്ചുണർത്തി അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ കെട്ടിപ്പൊതിഞ്ഞു കൊടുത്ത ഡ്രസ്സുമൊക്കെ ഇട്ട് അവരെ സ്കൂളിലേക്ക് മദ്രസയിലുമൊക്കെ പറഞ്ഞു വിടുമ്പോൾ, എൻ്റെ രക്ഷകർത്താക്കളെ നിങ്ങൾ മറന്നു പോകുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ മക്കളുടെ യാത്ര സുരക്ഷിതമാണോ? ഈ മക്കൾ പോകുന്ന വഴി, അവർ സഞ്ചരിക്കുന്ന റോഡുകൾ, ഇതൊക്കെ സുരക്ഷിതമാണോ? നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാവിലെ ഈ മക്കളെ പറഞ്ഞ് സ്കൂളിലോ മദ്രസയിലോ അയക്കുമ്പോൾ ഈ മക്കളെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് ഉമ്മയോ വാപ്പയോ ആ മക്കളുടെ തലയിൽ
കൈവച്ചുകൊണ്ട് യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ എന്ന് 11 തവണ 11 വട്ടം ഓതണം. ശേഷം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ഈ മക്കളെ തലയിൽ കൈവച്ച് 11 പ്രാവശ്യം പറയണം. ഇങ്ങനെ നമ്മുടെ മക്കളെ സ്വയമായി അവർക്കൊരു സുരക്ഷിതത്വം തീർക്കുന്ന വിധത്തിൽ ആധുനിക യുഗത്തിൽ സയൻസും ടെക്നോളജിയും ഒക്കെ വികാസം പ്രാപിച്ചപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകൾ, ഇതുപോലെയുള്ള അറിവുകൾ, ഇതുപോലെയുള്ള സുന്നത്തായ കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള രക്ഷകർത്താക്കളെ, നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആദ്യമായി രാവിലെ തന്നെ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് യാ ഹഫീലു യാ അല്ലാ. എന്താണ് യാ ഹഫീൽ എന്ന പദത്തിന്റെ അർത്ഥം? എല്ലാ കാവൽ നൽകുന്നവനും അല്ലാഹുവാ, എല്ലാ സംരക്ഷണം നൽകുന്നതും പടച്ചവരാം. അതുകൊണ്ട് പടച്ചവനെ എൻ്റെ മക്കളെ നീ കാത്തോളണേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എൻ്റെ മക്കളെ റബ്ബേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നിന്റെ കാവലല്ലാതെ അവർക്ക് മറ്റൊരു കാവലില്ല എന്ന് ഈ ദ്വാ അവർ തലയിൽ കൈവച്ചുകൊണ്ട് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് കാവൽ നൽകട്ടെ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മെനഞ്ഞാന്ന് വരെയും പൂമ്പാറ്റകളെ പോലെ പാറി പാറി നടന്ന മക്കളാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് നിയ്യത്തുകളും ബാക്കിയാക്കി പോയ മക്കളാ. ഇന്ന് ആ മക്കള് ഖബറിന്റെ ഉള്ളിലാ. പടച്ചവനെ അവർക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ, ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ. ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും സബർ ചെയ്യാനും ഉള്ള സമാധാനത്തിനുള്ള കഴിവ് കൊടുക്കണേ തമ്പുരാനെ. ആറ്റിപ്പോറ്റി വളർത്തിയ മക്കളാ റബ്ബേ, നിന്റെ സന്താനമായി നിന്റെ സൗഭാഗ്യമാപ്പെടുത്തണേ അല്ലാ. പൂമ്പാറ്റകളെ പോലെ പറവകളെ പോലെ സ്വർഗത്തിലേക്ക് പാറിപ്പോകുന്ന ഒരു വിധത്തിൽ ആ മക്കളെ നീ കബൂൽ ചെയ്യണേ റബ്ബേ. ആ മക്കളുടെ മാതാപിതാക്കൾക്ക് മുഴുവനും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഇതെല്ലാം അല്ലാഹുവിന്റെ ഖദറാണ്, ഖളാ ആണ് എന്നോർത്തിട്ട് സമാധാനപ്പെടാൻ ആ മാതാപിതാക്കൾക്ക് അവരുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങളെ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. യാ ഹഫീൽ യാ അല്ലാഹ്. ഇതാരും മറന്നു പോകല്ലേ. എല്ലാ ദിവസവും രാവിലെ പ്രഭാതമാകുമ്പോൾ മക്കളെ കയ്യിൽ തല വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യാ ഹഫീൽ എന്നുള്ള ഇസ്മും അതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇത് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടു പോയ മക്കൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.